ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ പാർട്സ് ഓഫ് സർക്കിൾസ് അഥവാ വൃത്തഭാഗങ്ങൾ എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 192-ലെ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അതിന്റെ ഒന്നാമത്തെ പാർട്ട്, ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി. നമുക്ക് ചാപത്തിന്റെ നീളം അഥവാ ലെങ്ത് ഓഫ് ദി ആർക്ക് കാണുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. ലെങ്ത് ഓഫ് ദി ആർക്ക് എങ്ങനെയായിരുന്നു കാണുന്നത്? ലെങ്ത് ഓഫ് ദി ആർക്ക് അഥവാ ചാപത്തിന്റെ നീളം ഈക്വൽ ടു എക്സ് ബൈ 360 ഇൻറ്റു 2πr. അതായത് ചാപം എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളമാണ്. അപ്പോൾ അത് സർക്കിളിന്റെ അഥവാ വൃത്തത്തിന്റെ സർക്കംഫറൻസ് അഥവാ ചുറ്റളവിന്റെ ഒരു ഭാഗമാണ്. എത്ര ഭാഗം? എക്സ് കറങ്ങിയപ്പോൾ ആകെ 360 ഉണ്ടായിരുന്നതിന്റെ എക്സ് ഭാഗം തിരിഞ്ഞപ്പോൾ ഉള്ള നീളം ആണ് ലെങ്ത് ഓഫ് ദി ആർക്ക് അഥവാ ചാപത്തിന്റെ നീളം. ഇവിടെ നമുക്ക് സെക്ടർ അഥവാ വൃത്താംശം എന്ന് പറയുന്നത് ഈ ഞാൻ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ്. ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം എന്ന് പറയുന്നത് ഈ ചാപത്തിന്റെ രണ്ടറ്റത്തു നിന്നും കേന്ദ്രത്തിലേക്ക്, കേന്ദ്രം O ആണ്, കേന്ദ്രത്തിലേക്ക് ഞാൻ ആരം വരച്ചിരിക്കുക. കേന്ദ്രത്തിലേക്ക് ആരം വരച്ച് അതിനെ യോജിപ്പിച്ചിരിക്കുക. അപ്പൊ ആ അകത്തെ ഭാഗം, വൃത്തത്തിന്റെ അകത്തെ ഭാഗം എന്ന് പറയുമ്പം വൃത്തത്തിന്റെ പരപ്പളവിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ വൃത്തത്തിന്റെ പരപ്പളവ് കാണാനുള്ള സമവാക്യം എന്താ? πr². ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് πr². അത് എത്ര ഭാഗം തിരിഞ്ഞു? എക്സ് കേന്ദ്രകോൺ എക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ അത് എക്സ് ഭാഗം തിരിയുമ്പോൾ കിട്ടുന്ന പരപ്പളവ് ഇതേപോലെ തന്നെ. ഇത് ലെങ്ത് ഓഫ് ദി ആർക്കാണ്. ഏരിയ ഓഫ് എ സെക്ടർ അഥവാ വൃത്താംശത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് എക്സ് ബൈ 360 ഇൻറ്റു πr² ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ചോദ്യത്തില് എക്സ് എത്രയാണ് തന്നിരിക്കുന്നത്? സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്രകോൺ 120 ആണ് തന്നിരിക്കുന്നത്. ബൈ 360 ഇൻറ്റു πr². ആർ എത്രയാണ്? ആരം 3 ആണ്. അപ്പൊ 3². ഇവിടെ 0 കട്ട് ചെയ്തു. 12 36. 12 ഗുണം 3 ആണ് 36. ഇനി 12 ഗുണം 1 12. 1 ഗുണം 3² എത്ര? 3² 9 ആണ്. 9π/3. ഡിനോമിനേറ്ററിൽ 3. ഈ 9/3 എന്ന് പറയുന്ന 3 ആണ്. അപ്പൊ 3π എന്ന് ആൻസർ കിട്ടി. 3π ചതുരശ്ര സെന്റിമീറ്റർ. ഇത് പരപ്പളവാണ്, ഏരിയയാണ്. അപ്പൊ 3π² സെന്റിമീറ്റർ എന്ന് എഴുതാം. ഇനി ഇതിന്റെ രണ്ടാമത്തെ ഭാഗം നമുക്ക് ചെയ്യാം. ഇവിടെ രണ്ടാമത്തെ ചോദ്യം എന്താണ് പറയുന്നത്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സെക്ടർ ഓഫ് ദി സെയിം സെൻട്രൽ ആംഗിൾ ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 6 cm. അതായത് സെൻട്രൽ ആംഗിൾ 120 തന്നെയാണ്, പക്ഷെ റേഡിയസ് മാറി. അപ്പോൾ കിട്ടുന്ന സെക്ടറിന്റെ ഏരിയ എന്താണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ സെയിം ഫോർമുല തന്നെയാണ്. ഏരിയ ഓഫ് എ സെക്ടർ അഥവാ വൃത്താംശത്തിന്റെ പരപ്പളവ് സമം, ഇവിടെ എക്സ് എന്ന് പറയുന്നത് 120 ആണ്, ബൈ 360 ഇൻറ്റു πr². റേഡിയസ് അഥവാ ആരം 6 ആണ്. ഇവിടെയും 0 വെട്ടിപ്പോയി. 12 3 പ്രാവശ്യം വരുമ്പോഴാണ് 36. ഇനി 6² എന്ന് പറഞ്ഞാൽ 36 π/3. 36നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 12 π² സെന്റിമീറ്റർ അഥവാ ചതുരശ്ര സെന്റിമീറ്റർ. നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ ഇൻ ദ ഫിഗർ. ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. ഇത് കോൺസെൻട്രിക് സർക്കിൾസ് ആണ്. അതായത് ഒരേ കേന്ദ്രവും വ്യത്യസ്ത ആരവുമുള്ള 2 വൃത്തങ്ങൾ വരച്ചിരിക്കുക. അകത്തെ വൃത്തത്തിന്റെ ആരം 2 സെന്റിമീറ്ററും പുറത്തെ വൃത്തത്തിന്റെ ആരം 3 സെന്റിമീറ്ററുമാണ് തന്നിരിക്കുന്നത്. ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ടെക്സ്റ്റ് ബുക്കിനകത്ത് ഗ്രീൻ കളർ റീജിയൻ എന്നൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമ്പോൾ എപ്പോഴും അങ്ങനെ കളറൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഷെയ്ഡ് ചെയ്ത റീജിയനെ ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. പിന്നെ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാവുന്ന എന്താണ്? ഒരു സെക്ടർ അഥവാ വൃത്താംശത്തിന്റെ ഏരിയ കാണാൻ അറിയാം. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു വൃത്താംശത്തിൽ നിന്ന്, ഇതൊരു വൃത്താംശമായിരുന്നു, ഇവിടെ 120 ഡിഗ്രിയും ഇത് 3 സെന്റിമീറ്റർ ആരവുമായിരുന്നു. അതിൽ നിന്ന് 2 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്താംശത്തിന് മുറിച്ച് മാറ്റിക്കളയുമ്പോൾ, ഇങ്ങനെ മുറിച്ച് മാറ്റിക്കളയുമ്പോഴല്ലേ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം കിട്ടുന്നത്? ആണല്ലോ. അപ്പോൾ വലിയ വൃത്താംശത്തിന്റെ, വലിയ സെക്ടറിന്റെ
ഏരിയയിൽ നിന്ന് ചെറിയ സെക്ടറിന്റെ ഏരിയ കട്ട് ചെയ്ത് കളയുന്നു. കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ട് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് എഴുതാം? ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ ഈക്വൽ ടു ഏരിയ ഓഫ് ബിഗർ സെക്ടർ മൈനസ് ഏരിയ ഓഫ് സ്മോളർ സെക്ടർ. Bigger sector minus area of smaller sector. അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് സമം വലിയ വൃത്താംശത്തിന്റെ പരപ്പളവ് മൈനസ് ചെറിയ വൃത്താംശത്തിന്റെ പരപ്പളവ്. ഇനി ഒരു വൃത്താംശത്തിന്റെ പരപ്പളവ് കാണാനുള്ള സമവാക്യം എന്താ? x/360 ഇൻറ്റു πr². അപ്പോൾ വലിയ വൃത്താംശത്തിന് ക്യാപിറ്റൽ ആറും ചെറിയ വൃത്താംശത്തിന് സ്മോൾ ആറും ഞാൻ കൊടുക്കുക. π² ഇവിടെ എന്തൊക്കെ കോമൺ ആയിട്ടുണ്ട്? x/360 രണ്ടിടത്തുണ്ട്, π രണ്ടിടത്തുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ x/360 ഇൻറ്റു π ഇൻറ്റു ബാക്കിയുള്ള ബ്രാക്കറ്റിനകത്തിടാം. ക്യാപിറ്റൽ R² മൈനസ് സ്മോൾ r². ഇങ്ങനെ എഴുതാവല്ലോ. ഇനി ഇവിടെ എക്സ് അഥവാ കേന്ദ്രകോൺ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ 120 ഡിവൈഡഡ് ബൈ 360. ഇനി പൈ ഉണ്ട്, പൈ ഇൻറ്റു R². ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ വലിയ വൃത്തത്തിന്റെ. അപ്പോൾ 3² മൈനസ് സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 2². 0 0 ക്യാൻസൽ ചെയ്യാം. 12 3s ആണ് 36. അപ്പോൾ 1/3 വന്നു. So equal to 1/3 pi into ഇനി 3² 9 minus 2² 4. 9 minus 4 എന്ന് പറഞ്ഞാൽ 5 ആണല്ലോ. 5 ones are 5 by 3 pi സ്ക്വയർ സെന്റിമീറ്റർ അഥവാ ചതുരശ്ര സെന്റിമീറ്റർ നമുക്ക് ഉത്തരം കിട്ടി. അതായത് ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് 5/3 പൈ ആണ്. അടുത്ത മൂന്നാമത്തെ ചോദ്യം ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ദ പിക്ചർ ആർക്ക് ഓഫ് എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് ഈച്ച് വേർട്ടെക്സ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആസ് സെന്റർ ആൻഡ് ഹാഫ് ദ സൈഡ് ആസ് റേഡിയസ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ. അതായത് ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണമാണ്. അതായത് 3 വശങ്ങളും തുല്യം. ഇവിടെ ഒരു വശത്തിന്റെ നീളം 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ മറ്റ് 2 വശങ്ങളും 4 സെന്റിമീറ്റർ ആണ്. ഇനി ഇവിടെ വരച്ചിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഓരോ വെർട്ടെക്സും ഓരോ മൂലകളിലും കുത്തി ഈ സൈഡിന്റെ പകുതി ലെങ്ത്, അതായത് 4 സെന്റിമീറ്റർ ആണ് സൈഡിന്റെ ലെങ്ത്, അതിന്റെ പകുതി 2 സെന്റിമീറ്റർ എടുത്ത് ഒരു ആർക്ക് വരച്ചിരിക്കുന്നു. അങ്ങനെ ഓരോ വെർട്ടെക്സിലും കുത്തി ഓരോ ആർക്ക് വരച്ചിരിക്കുന്നു. അപ്പോൾ ബാക്കി ആ നടുക്ക് വരുന്ന ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണത്തിന്റെ ഏരിയയിൽ നിന്നും ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഓരോ കോണിന്റെയും അളവ് സെയിം ആണ്. ഓരോന്നും 60 ഡിഗ്രി വെച്ച സെക്ടറിന്റെ ഏരിയ അഥവാ വൃത്താംശത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ 3 എണ്ണത്തിനും സെയിം ആണല്ലോ. അപ്പോൾ ഒരു വൃത്താംശത്തിന്റെ അഥവാ സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇൻറ്റു 3 ചെയ്യുമ്പോൾ അത് 3 എണ്ണവും ആവുമല്ലോ. അത് ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൽ നിന്ന് അത്രയും ഭാഗം കട്ട് ചെയ്ത് കളയുമ്പോഴാണല്ലോ ഈ നടുക്കത്തെ ഭാഗം കിട്ടുന്നത്. അപ്പോൾ കട്ട് ചെയ്ത് കളയുക എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് എന്താ കാണേണ്ടത്? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കാണണം. ഏരിയ ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈക്വൽ ടു അഥവാ സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ്. നമുക്കറിയാം സമവാക്യം √3/4 a². a എന്ന് പറയുന്നത് വശത്തിന്റെ നീളം, സൈഡിന്റെ നീളമാണ്. അപ്പൊ √3/4 ഇൻറ്റു a എന്ന് പറയുന്ന സൈഡ് ലെങ്ത്. അപ്പൊ 4² എന്ന് കിട്ടി. അതായത് √3/4 ഇൻറ്റു 4² എന്ന് പറഞ്ഞാൽ 16 ആണല്ലോ. 16/4 എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ ആൻസർ 4√3. അതാണ് ഈ സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ്. ഇനി ഒരു വൃത്താംശത്തിന്റെ പരപ്പളവ് ഇത് കാണുമല്ലോ. ഏരിയ ഓഫ് 1 സെക്ടർ, ഒരു വൃത്താംശത്തിന്റെ പരപ്പളവ്.
സമവാക്യം നമുക്കറിയാം. x/360 ഇൻറ്റു πr². ഇവിടെ എക്സ് എന്ന് പറയുന്ന കേന്ദ്രകോൺ 60 ഡിഗ്രിയാണ്, കാരണം ഇതൊരു സമഭുജ ത്രികോണമാണ്. അപ്പോൾ ഈക്വൽ ടു 60/360 ഇൻറ്റു പൈ ഇൻറ്റു ആർ. ആരമാണ്, ആരം ഇതിൻ്റെ പകുതി ആയതുകൊണ്ട് 2 സെൻറ്റിമീറ്റർ. അപ്പോൾ 2². 0 0 ക്യാൻസൽ ചെയ്തു. 6ഉം 36ഉം 6 ടൈംസ് ആണ് 36. ഇനി നമുക്കറിയാവുന്ന എന്താണ്, ഈക്വൽ ടു 2² 4π/6 എന്ന് കിട്ടി. 4π/6. അപ്പോൾ 4നും 6ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 2/3π എന്ന് കിട്ടിയല്ലോ. അങ്ങനെ എത്ര സെക്ടേഴ്സ് ഉണ്ട്, എത്ര വൃത്താംശമുണ്ട്? 3 വൃത്താംശങ്ങളുണ്ട്. അപ്പോൾ therefore ഏരിയ ഓഫ് 3 സെക്ടേഴ്സ്, 3 വൃത്താംശങ്ങളുടെ പരപ്പളവ് സമം 3 ഇൻറ്റു 2/3π. ഈ 3ഉം 3ഉം ക്യാൻസൽ ആയി കഴിയുമ്പോൾ 2π കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ്. ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പരപ്പളവ് മൈനസ് ഏരിയ ഓഫ് 3 സെക്ടേഴ്സ്. ഇപ്പോൾ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതെന്ന് പറയുന്നത് ഏരിയ ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ മൈനസ് ഏരിയ ഓഫ് 3 സെക്ടേഴ്സ്, അഥവാ സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് മൈനസ് 3 വൃത്താംശങ്ങളുടെ പരപ്പളവ്. അപ്പം സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് നമുക്ക് 4√3 എന്ന് കിട്ടി, മൈനസ് 3 വൃത്താംശങ്ങളുടെ പരപ്പളവ് 2π എന്ന് കിട്ടി. √3യുടെ വാല്യൂ നമുക്കറിയാം 1.73, പൈയുടെ വാല്യൂ നമുക്കറിയാം 3.14. അപ്പോൾ ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 1.73 ഇൻറ്റു 4 എത്രയാണെന്ന് നോക്കാം. 3 4s are 12, 7 4s are 28 + 1 29, 4 + 2 6. 2നെ 3.14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6.28 കിട്ടി. ഇനി 6.92ൽ നിന്ന് 6.28 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0.64 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 0.64 സ്ക്വയർ സെൻറ്റിമീറ്റർ.